അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. പലപ്പോഴും വ്യർത്ഥ സഹായത്തിനായി നാം മനുഷ്യരിൽ ആശ്രയിക്കാറുണ്ട്. എന്നാൽ പല സമയങ്ങളിലും നമ്മുടെ ആശ്രയം അറ്റുപോവുകയും പ്രതീക്ഷകൾ ഇല്ലാതെയായി പോവുകയും ചെയ്യുന്ന സമയങ്ങളും മണിക്കൂറുകളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പല സമയങ്ങളിലും സ്വയം പ്രശംസിക്കുകയും നാം നമ്മെ തന്നെ കണ്ട് ഒരു വലിയ ഭാവമുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അതെ, നമുക്കറിയാം ദാനിയേൽ പ്രവചനത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ശക്തനാകുന്ന ഒരു രാജാവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ബാബേലിൻ്റെ മഹത്വവും ബാബേലിൻ്റെ ഉന്നതിയും എല്ലാം തൻ്റെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഉണ്ടാക്കിയതാണ് എന്ന് താൻ കരുതുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ പണിതുയർത്തിയ മഹ്ദിയാൻ ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ് താൻ സ്വയം പ്രശംസിക്കുവാനും പുകഴുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഗതികൾ മാറി. അവൻ വളരെ പ്രാകൃതമാകുന്ന രീതിയിലേക്ക് പരാജയപ്പെട്ടു പോയി. അതെ, സ്വയം പ്രശംസിച്ച് ലോകപ്രകാരം ഓടുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ വീട്, സ്വത്തുക്കൾ, ജീവിത സാഹചര്യങ്ങൾ, പണം, ബുദ്ധി, മക്കൾ എന്ന് വേണ്ട ജീവിതത്തിലുള്ള പലതിനെയും നോക്കി സ്വയം പ്രശംസിച്ച് ജീവിക്കുന്ന അനേകർ. എന്നാൽ അപ്രകാരമുള്ള മനുഷ്യരുടെ സ്ഥിതി പരാജയവും തകർച്ചയുമാണ്. എന്നാൽ എപ്പോഴെങ്കിലും നാം നമ്മളുടെ അവസ്ഥകൾ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗസ്ഥനാകുന്ന പിതാവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നാം ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അതെ, നാം ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയൻ പുത്രൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ തൻ്റെ കൂട്ടുകാരിൽ ആശ്രയിച്ചു, തൻ്റെ സ്നേഹിതരിൽ ആശ്രയിച്ചു, തൻ്റെ പണത്തെ താൻ സ്നേഹിച്ചു, താൻ ലോകപ്രകാരം ഓടി അധ്വാനിച്ചു, വളരെയധികം പ്രയത്നിച്ചു. എന്നാൽ എല്ലാം തനിക്ക് നഷ്ടമായി. എന്നാൽ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഒരു ദിവസം തൻ്റെ കഷ്ടതയുടെ നടുവിൽ തനിക്ക് സ്വയം ഒരു ചിന്ത വരികയാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേക ജോലിക്കാരുണ്ട്, അനേകർ തിന്ന് അവരുടേതാകുന്ന നന്മകളെല്ലാം തീർന്നു പോകുന്നു, ഞാനിങ്ങനെ വളരെ കഷ്ടത്തിലകപ്പെട്ട് പോയി എന്ന് കരുതി താൻ വേദനിക്കുവാനിടയായി തീർന്നു. അപ്പൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ഭാവം തന്നിൽ മാറ്റം വരുത്തുവാനിടയായി തീർന്നു. പലപ്പോഴും സ്വയം കാണാൻ കഴിയാതെ, പലപ്പോഴും വലിമയെ മാത്രം കണ്ടുകൊണ്ട് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അതെ, പലപ്പോഴും നമ്മുടെ പ്രശംസ, നമ്മുടെ പണം, നമ്മുടെ ആഡംബരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഉന്നതി ഇവയൊക്കെ വെച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി എന്തെങ്കിലുമൊക്കെ ആണെന്ന് കരുതി നാം ഓടിയാൽ നാം എങ്ങും എത്തുകയില്ല. എന്നാൽ കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് സ്വയം താണ് ദൈവസന്നിധിയിൽ ദൈവമാണ് എൻ്റെ നടത്തിപ്പുകാരൻ എന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നന്മയായി പരിണമിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തെ നോക്കി നമ്മുടെ യാത്രകളെ മുൻപോട്ട് നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.